BaBu Monz TeChz എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് Logitech B170 വയർലെസ് മൗസ് ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായി വന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സിംഗ് തുടങ്ങാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ MRP ആണ് 825 രൂപ. പക്ഷേ എനിക്ക് ഇത് കിട്ടിയത് 500 സംതിങ്ങിനാണ്. പിന്നെ ഇതിൻ്റെ പേരാണ് വയർലെസ് മൗസ് B170 ബ്ലാക്ക് ലോജിടെക്കിൻ്റെ. പിന്നെ ഈ പാക്കേജിൽ വരുന്നത് ഒരു മൗസ്, ഒരു റിസീവർ, പിന്നെ ഒരു ബാറ്ററി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിനെ മെല്ലെ അങ്ങ് തുറക്കാം. പക്ഷേ തുറക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്, പക്ഷേ സ്വിറ്റ്സർലാൻഡിലാണ് ഇതിൻ്റെ സംഭവം ഇതാക്കിയത്. എന്ന് വെച്ചാൽ ഇവിടെയാണ് മാനുഫാക്ചർ ചെയ്തത്, പക്ഷേ ഡിസൈൻ സംഭവം സ്വിറ്റ്സർലാൻഡിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി മെല്ലെ ഇത് തുറക്കാം. പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള ഫ്ലിപ്കാർട്ടിൻ്റെ സംഭവം ഇപ്പം വരുത്തില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഈ വെറും ഒരു ബോക്സാണ് കിട്ടിയത്. ഉള്ളത്തെ പാക്കേജിങ് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് നമ്മളിത് നല്ല തുറക്കട്ടെ. നല്ല കുഴപ്പമില്ലാത്ത നല്ല സ്റ്റിക്കറും സംഭവം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്ലീൻ പാക്കേജാണ്. കാർഡ്ബോർഡ് മാത്രം കുറച്ചൊരു ഇതായിന് പറഞ്ഞില്ല. ഓക്കെ, ഉള്ളിലൊരു നല്ല വൈറ്റ് കളർ എന്താ പറയുക തെർമോക്കോൾ പോലത്തെ ഒരു എന്തോ ഒരു ടൈപ്പ് പാക്കേജ് ഉണ്ട്. എന്ന് വെച്ചാൽ സ്ക്രാച്ചും സംഭവം വരാണ്ടിരിക്കാനായിരിക്കും. ഓക്കെ, നോക്കാം. അപ്പോൾ പാക്കേജിൽ ഈ രണ്ട് സാധനം മാത്രമേ ഉള്ളൂ. ഒരു ബുക്ക് ചൈനീസ് ആയിരുന്നു. ഓക്കെ, ചൈനീസ് മാത്രമല്ല, ഇത് ഇംഗ്ലീഷുണ്ട്, വാറണ്ടി ഉണ്ട്. ഓക്കെ, ഇത് വാറണ്ടി ഉള്ള സംഭവമാണ്. ഒരു കൊല്ലത്തെയായിട്ടാണ് വാറണ്ടി. ഓക്കെ, വേറെ നല്ലത്. ഓക്കെ, ഇത് എങ്ങനെ ഇൻസ്ട്രക്ഷൻ മാനുവൽ എങ്ങനെയാണ് പോരേണ്ടത്. റിസീവറും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു തുറന്നു നോക്കാം. ഓക്കെ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ്. തെർമോക്കോൾ ടൈപ്പ് എന്തോ ഒരു പാക്കറ്റാണ്, എന്നാൽ എനിക്ക് കറക്റ്റ് പിടിയിടില്ല. ഓക്കെ, മൗസ് കാണാൻ കുഴപ്പമില്ല. ഇത് എന്താ പറയുക ഗ്ലോസി അല്ല, ഒരു മാറ്റ് ടൈപ്പ് ഫിനിഷാണ്. റിസീവർ ഉള്ളിലാണുള്ളത്. പിന്നെ ഓൺ ഓഫ് ആക്കാനുള്ള ബട്ടൺ ഉണ്ട്. ഓക്കെ റിസീവർ റിസീവർ ഇവിടെ ഉണ്ട്. അത് ലോഗി നൽകിയുണ്ടോ, അതാണ് റിസീവർ. ചെറിയ റിസീവറാണ്. ഓക്കെ, അതിനെ കൊണ്ട് മിസ്സായി പോകരുത്. ഇനി മൗസ് എവിടെയും ട്രാവൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വെക്കാം റിസീവറിനെ. ഓക്കെ, ബാറ്ററി ഇങ്ങനെയാണ് ഒന്ന് ഓൺ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ആ സ്റ്റിക്കറിനെ പുറത്ത് വരണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഓണാക്കണം. ഓണാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ. അപ്പോൾ ഇൻ ഹാൻഡ് ഫീലിനെ പറ്റി പറയുകയാണെങ്കിൽ നോർമൽ നമ്മളൊരു മൗസ് പോലെയല്ല ഉള്ളത്. കുറച്ചൊരു എന്താ പറയുക ഫിംഗർ ടിപ്സ് വരെ അല്ല, ഫിംഗർ മാത്രം ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ പാമിൻ്റെ ഉള്ളിൽ വരെ പോകുന്നില്ല, ഫിംഗറിൻ്റെ ഇതുവരെ. അപ്പോൾ ഒരു നല്ല കിട്ടില്ല പോലത്തെ ഡിസൈനാണ്. നോർമൽ ഓഫീസ് യൂസ് ആ സമയത്ത് യൂസ് ചെയ്യാം. ഗെയിമിങ്ങിന് അത്ര നല്ലതല്ല. ഓക്കെ, അപ്പോൾ 525 രൂപയ്ക്ക് നല്ലൊരു മൗസാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. BaBu Monz TeChzലേക്ക്